സോ ചെറുപ്പക്കാർ മനസ്സിലാക്കേണ്ട സംഭവം ദേ ഹാവ് സംതിങ് മോർ വാല്യുബിൾ ദാൻ മണി. ഒരു ഫിനാൻഷ്യൽ പ്ലാനിങ് ഏത് ഇയറിലാണ് തുടങ്ങേണ്ടത്, അല്ലെങ്കിൽ ഏത് വർഷം, ഒരു വയസ്സിലാണ് ഒരു മനുഷ്യൻ പ്ലാൻ ചെയ്യേണ്ടത്? ആദ്യത്തെ ശമ്പളം കിട്ടുന്ന തുടങ്ങണം. ആദ്യത്തെ ശമ്പളം? യെസ്. നിങ്ങൾക്ക് തുടങ്ങേണ്ട സമയമായിട്ടുണ്ട്. അപ്പൊ എനിക്കതിൽ ഒരു സംശയമില്ല. കാരണം എല്ലാ ഹാബിറ്റാണ്. അപ്പൊ നമ്മള് ആദ്യത്തെ എനിക്ക് ഫസ്റ്റ് കിട്ടുന്ന 1000 രൂപ ശമ്പളത്തിൽ നിന്ന് ഞാൻ ഒരു 100-200 മാറ്റി വെച്ചിട്ട് 800 രൂപയിൽ ഞാൻ ചെലവ് ഒതുക്കും എന്ന് തുടങ്ങിയാൽ നിങ്ങളുടെ ജീവിതകാലം മുഴുവൻ അത് ചെയ്യും. ഞാൻ എപ്പോഴും പറയുന്ന ഒരു കണക്കാണ്. അതായത് എനിക്ക് 60ാമത്തെ വയസ്സിൽ എനിക്ക് 1 കോടി രൂപ വേണമെങ്കിൽ ഞാനൊരു 12% റിട്ടേൺ, സാധാരണ നമ്മൾ മ്യൂച്വൽ ഫണ്ട് SIP എന്നൊക്കെ പറയുന്ന ഒരു സംഭവമാണ്. 12% വെച്ച് റിട്ടേൺ ആണെങ്കിൽ ഞാനൊരു 50ാമത്തെ വയസ്സിലാണ് ഞാൻ തുടങ്ങണമെങ്കിൽ മാസം 43,000 രൂപ ഞാൻ ഇൻവെസ്റ്റ് ചെയ്യണം. 40ാമത്തെ വയസ്സിലാണ് തുടങ്ങണമെങ്കിൽ മാസം 10,000 രൂപ ഇൻവെസ്റ്റ് ചെയ്യണം. 30ാമത്തെ വയസ്സിലാണെങ്കിൽ മാസം 2,800 രൂപ ഇൻവെസ്റ്റ് ചെയ്താൽ മതി. മനസ്സിലായി? അപ്പൊ ഈ 2,800 രൂപ അത്രയും കുറഞ്ഞു മതി. അപ്പൊ ഈ പറയുന്ന 1000-നും 2,000-നും ഓവർ പീരീഡ് ഓഫ് ടൈം വലിയ വാല്യൂ ആണ്. സോ ചെറുപ്പക്കാർ മനസ്സിലാക്കേണ്ട സംഭവം ദേ ഹാവ് സംതിങ് മോർ വാല്യുബിൾ ദാൻ മണി, ദാറ്റ് ഇസ് ടൈം. ആ ടൈമിന്റെ വാല്യൂ എന്താന്നുള്ളത് മനസ്സിലാക്കണം. അത് വൈകി പോയിട്ട് തിരിഞ്ഞു നോക്കിയിട്ട് അയ്യോ ചെയ്യണമായിരുന്നു എന്ന് പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല.